വെള്ളാപ്പള്ളിയുടെ പത്മ പുരസ്കാരത്തെ എതിർത്ത് ഹൈക്കോടതിയിൽ ഹർജി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ശ്രീനാരായണ ധർമ്മ പ്രബോധന ട്രസ്റ്റ് ഹൈക്കോടതിയിൽ. വെള്ളാപ്പള്ളി നടേശൻ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. മൈക്രോ ഫിനാൻസ് അഴിമതി കേസിലെ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നേരിടുന്ന വെള്ളാപ്പള്ളിക്കെതിരെ മറ്റു കേസുകളിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം നൽകുന്നത് ഉചിതമല്ലെന്നും ഹർജിക്കാർ വാദിക്കുന്നു. ഹർജിക്കാരുടെ ആരോപണങ്ങളിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം തേടും. കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യുന്ന ലിസ്റ്റിൽ നിന്നും രാഷ്ട്രപതിയാണ് സിവിലിയൻ ബഹുമതി നൽകുന്ന പത്മഭൂഷൺ തെരഞ്ഞെടുക്കുന്നത്. ഭരണഘടനാപരമായ രാഷ്ട്ര തലവനായ രാഷ്ട്രപതിയുടെ പേരിലാണ് പത്മഭൂഷൺ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാർ നൽകുന്നതുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം, അങ്ങനെയാണ് രാഷ്ട്രപതി പ്രഖ്യാപിച്ച ലിസ്റ്റില് വെള്ളാപ്പള്ളി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി എന്തിനാണ് കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ചോദിക്കുന്നത്? അത് മനസ്സിലായില്ല. രാഷ്ട്രപതിക്ക് മേലെയാണോ ഹൈക്കോടതി എന്ന് ഒരു സംശയം. അല്ല, ഇതിനു മുമ്പ് ഗവർണറുടെ വിഷയത്തില് ഇതുപോലൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നീട് അവരത് തിരുത്തുകയും ചെയ്തിരുന്നു. ഇത് മാത്രമല്ലെന്നേ, ഈ ഹൈക്കോടതി ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. എയിംസ് വിഷയത്തിലും ഹൈക്കോടതി ഒരു എത്തിനോട്ടം നടത്തി. കേരളത്തില് എയിംസ് കൊണ്ടുവരുന്ന കാര്യം ലാഘവത്തോടെ കാണാൻ പറ്റില്ലെന്നും കിനാലൂരില് എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധ്യതാ പഠനത്തിന് 2 ആഴ്ചയ്ക്കുള്ളില് മറുപടി നൽകണമെന്നും കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരാ, നല്ല നിലവാരത്തിലുള്ള മെഡിക്കൽ സേവനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ആരോഗ്യ നയത്തിന്റെ ഭാഗമായിട്ട് എയിംസ് കൊണ്ടുവരുന്നത്. അല്ലാതെ ഭരണഘടനയിൽ എല്ലാ സ്റ്റേറ്റിലും എയിംസ് കൊണ്ടുവന്നിരിക്കണം എന്നൊന്നുമില്ല. ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർമ്മിച്ച് അവരുടെ നിയന്ത്രണത്തിൽ അവരുടെ മാനദണ്ഡങ്ങളിൽ പോകുന്ന ഒന്നാണ്. ഹൈക്കോടതി പറയുന്നത് കേട്ടാൽ തോന്നും ഹൈക്കോടതി പറയുന്നിടത്തെ എയിംസ് വെക്കാൻ പാടുള്ളൂ. 2025 അവസാനത്തോടെ 92,101 കേസുകള് സുപ്രീം കോടതിയിൽ കെട്ടിക്കിടന്നിട്ടുണ്ടെന്നും 2016, 2025 വരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിമാർക്കെതിരെ 8630 പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അഴിമതി, ലൈംഗിക പീഡനം, ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റില് നിയമമന്ത്രിയാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ കോടതികളിലായിട്ട് 5 കോടിയിലധികം കേസുകളാണ് കെട്ടിക്കിടക്കുന്നതെന്നും ഇതേ പാർലമെന്റില് നിയമമന്ത്രി തന്നെയാണ് പറഞ്ഞത്. ഇതൊക്കെ ഹൈക്കോടതിക്ക് അറിയാഞ്ഞിട്ടാണ്. അപ്പോ കോടതിയുടെ അന്തസ്സിന് വേണ്ടിയിട്ട് ഈ കെട്ടിക്കിടക്കുന്ന കേസുകളൊക്കെ ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞു വന്നത്.